ചേർത്ത എത്രമാത്രമെന്നിനി കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നു മൊഴിഞ്ഞു. എത്രമാത്രമെന്നിനി കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നു മൊഴിഞ്ഞു. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, വീണ്ടും ഒന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണു ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. വീണ്ടും ഒന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണു ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, നെഞ്ചിൽ നെരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ, വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ. പ്രിയമുള്ളവരെ, കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കെടുക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശു യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ച് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണ അറിവോടും സമൂഹത്തോടും കൂടെ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണം. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയെ നമുക്ക് സമർപ്പിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അന്യായമായി ആരെയും വിധിക്കാതിരിക്കുവാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചെമന്ന മേലങ്കയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ,
അങ്ങേ ഭാരമേറിയ ശിലവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന് മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടി സഹിച്ച് അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരണവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാന്യമാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേയെതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാവാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധി അമ്മേ, നിന്റെ പ്രിയപുത്രന്റെ കുരിശു യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ക്രേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശു ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടു പോകാൻ നിർബന്ധിച്ചു. കാരണവാനായ ഈശോയെ, അങ്ങയെ കുരിശു ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരണവാനായ ഈശോയെ, വെറോനിക്ക അങ്ങയെ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും ആദരങ്ങളും ഹൃദയവും എപ്പോഴും കർണാതുരമായിരിക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രകോപിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരണവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കിട്ട് നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ
ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒമ്പതാം സ്ഥലം, ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവനൊരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്നും വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിന്മേൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ശാപദോഷത്തോടു കൂടി മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പത്താം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിക്കുന്നതിന് ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴടങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലയൊളിയിടം എന്ന അർത്ഥമുള്ള ഗോകുൽത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിന്മേൽ തറയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12ാം സ്ഥലം, മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചു ദൈവേഷ്ട പ്രസാദത്തോടു കൂടി മരിച്ച് മോക്ഷത്തിൽ അങ്ങയോട് കൂടി ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ
ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ തിരുശരീരം സ്ലീബായിൽ നിന്നിറക്കി അങ്ങയെ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചിട്ടുള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ച് ഞങ്ങളെ ഭാരമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണീയ കൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്ദി നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ
അപരാധമെന്തു ഞാൻ ചെയ്തു? രാജചെങ്കോലേകി വാഴിച്ചു നിങ്ങളെ ഞാൻ എത്ര മാനിച്ചു. എൻ ശിരസിൽ മുടി ചാർത്തി നിങ്ങളിന്നൻ ചെന്നിണം തൂകി. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, തീർത്ഥയാത്ര എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ ദിവസം നമ്മളോട് വചനം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഫ്രാൻസിസ് ആണ്. പ്രിൻസ് സാന്ത്വന കമ്മ്യൂണിറ്റിയിൽ ആണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഗോളിയറിലാണ്, ഗോളിയർ മിഷനിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഭാര്യയും 6 മക്കളുമുണ്ട്. വലിയ കുടുംബനാഥനാണ്. പ്രിൻസിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിൻസ്. ഈശോമിശിഹായ്ക്ക് കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഇന്ന് എന്നോട് വിചിന്തനത്തിന് നൽകിയ വിഷയം വളരെയധികം എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്. അമ്മയെ നൽകുന്ന സ്നേഹം എന്നുള്ളതാണ്. കുരിശില് ഈശോ മരിക്കുന്ന സമയത്ത് യോഹന്നാന് നോക്കി ഞാൻ നിന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മയെ ഈശോ ഏൽപ്പിച്ചു തന്നു. നോമ്പിന്റെ സമയമാണ്. നമുക്ക് അല്പനേരം ഈ വചനത്തെ കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യാം. നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ ധ്യാനാത്മകമായിട്ട് വചനം ധ്യാനിച്ചും ഒക്കെ ചെലവഴിക്കുന്നൊരു സമയമാണ്. ഈ ഒരു വചനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും മാതാവിൻ്റെ ആ ഒരു മാതൃസ്നേഹത്തെക്കുറിച്ചൊക്കെ ചില ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിചിന്തനം ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത്. ഒരു പണയ വസ്തു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ നമുക്കൊന്ന് തുടങ്ങാം. ഒരു പണയം, നമുക്കറിയാം, എന്തെങ്കിലും പൈസയുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ പണയമൊക്കെ വെക്കാറുണ്ട്. അപ്പം പണയം തത്തുല്യമായ ഒരു മൂല്യമുള്ള ഒരു കാര്യത്തെ കൊണ്ട് പണയം വെച്ചാൽ അതൊരു റാൻസം കൂടിയാണ്. ആ പണയം എന്ന് പറയുന്നത് ഒരു മൂല്യമാണ്. ആ മൂല്യം നൽകിയാൽ നമുക്ക് ചില കാര്യങ്ങൾ നേടാൻ പറ്റും. അപ്പം മനുഷ്യവർഗത്തെ മുഴുവൻ നേടാനുള്ളൊരു പണയമായിട്ട് അമ്മ ഒരു പണയം വെച്ചു. ആ പണയം ആണ് ഈശോ. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വചനം ഉണ്ടല്ലോ, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവിധം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ഈ നോമ്പിന്റെ ഒരു കോണ്ടെക്സ്റ്റില് മാതാവിനെ കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നത് മാതാവിനെ കുറിച്ചും ഈ വചനം അത്രയധികം തന്നെ ആപ്ലിക്കബിൾ ആണെന്ന്. മാതാവിന്റെ ഒരു കാര്യത്തിൽ ഈ വചനം അത്രയധികം തന്നെ ആപ്ലിക്കബിൾ ആണെന്നുള്ളൊരു ഒന്ന് എനിക്ക് മനസ്സിലാവുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന, തന്നില് പ്രത്യാശ അർപ്പിക്കുന്ന, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവിധം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അമ്മ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മൾ ഓരോരുത്തരെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്കാപ്പുലർ നമ്മൾ ധരിക്കാറുണ്ടല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് മാതാവ് തരുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, ഇത് ഇട്ട് മരിക്കുന്നവര് ഒരിക്കലും നരകത്തിലേക്ക് പോകട്ടില്ല എന്ന്. അപ്പം ആ ഒരു ഉറപ്പ് തരാനായിട്ട് അമ്മയ്ക്ക് പറ്റത്തുള്ളൂ. അമ്മയിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. അപ്പം കാരണം ആ ഒരു ഉറപ്പ് അമ്മയ്ക്ക് തരാനായിട്ട് അമ്മയ്ക്ക് ഉള്ള ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈശോയാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അമ്മയും ലോകത്തെ, നമ്മളെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പോ കുരിശ് കണ്ടപ്പോഴത്തേനും അമ്മ പേടിച്ചു പോകുമല്ലായിരുന്നു. കുരിശിൽ ഈശോയെ അനുധാവനം ചെയ്തു. കുരിശിന്റെ യാത്രയില് അനുധാവനം ചെയ്ത് ഈശോ മരിക്കുന്നു. മരിച്ച ഈശോയെ കളറിയിൽ അടക്കുന്നു. ആ ഒരു പിയാത്തോയുടെ രൂപം
വ്യാകുല മാതാവിന്റെ രൂപം നമ്മൾ പലപ്പോഴും അത് വ്യാകുലത്തോട് ബന്ധപ്പെടുത്തിയാണത് അല്ലെ അതിനെ കൂടുതൽ വിചിന്തനം ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും മാതാവിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് ശിമയോൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പരകോടിയിലൂടെ തന്നെ ആയിരിക്കണം മാതാവ് ആ സമയത്ത് കടന്നുപോയത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും മാതാവിന്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദം തിരതല്ലി എന്ന് ഞാൻ വിചാരിക്കും. കാര്യം എന്താന്ന് പറഞ്ഞാല് മാതാവാണ് ഈശോയെ പടിപടിയായിട്ട് ആ സമർപ്പണത്തിലേക്ക് ഒരുക്കിയതും സമർപ്പണത്തിലേക്ക് നയിച്ചതും. പിന്നെ ഡെഫിനിറ്റീവായിട്ടുള്ളൊരു പോയിന്റിൽ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് മാതാവിന്റെ ഒരു റെക്കമെൻഡേഷനിലാണല്ലോ. മാതാവിന്റെ ആ ഒരു സ്നേഹ പ്രകരണത്തിൽ നിന്നാണ് ഈശോ തന്റെ പരസ്യ ജീവിതത്തിലേക്ക് പോകുന്നത്. അവിടെ ഈശോയ്ക്ക് അറിയാം ആ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് തന്റെ മരണത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന്, കാൽവയ്പാണെന്നും ഈശോയ്ക്ക് അറിയാം. മാതാവിനും അത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോ ഈശോയെ ഒരു ബലി വസ്തുവായിട്ട് അർപ്പിക്കാനായിട്ട് ഒരുക്കി തയ്യാറാക്കി ഈശോയെ അതിലേക്ക് പുഷ് ചെയ്ത് അതിലേക്ക് എത്തിക്കുന്ന വ്യക്തിത്വം എന്ന നിലയിൽ മാതാവ് തീർച്ചയായിട്ടും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നൊരു ചിന്തയാണിത്. തിരിച്ചെടുക്കാനായിട്ട് ഈശോ തന്നെ പറയുന്നൊരു കാര്യമാണ്, തിരിച്ചെടുക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. എനിക്ക് സമർപ്പിക്കാനും സമർപ്പിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് അതേ വിശ്വാസത്തോടു കൂടി തന്നെ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിലെ മാതാവ് ഈശോയെ കൊണ്ട് കല്ലറയിൽ അടക്കുവാണ്. അപ്പം കല്ലറയിൽ കൊണ്ട് അടക്കിയാലും ഈ ഈശോയെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിച്ച് ഈശോയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് മാതാവിനറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ മാതാവിന്റെ മടിയിൽ ഈശോയെ കൊണ്ട് കിടത്തിയപ്പോഴത്തേനും മാതാവിന്റെ വ്യാകുലം ഒരുപാട് മാതാവിനെ വ്യാകുലപ്പെടുത്തിയിട്ടുണ്ടാകും, വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷം മാതാവിന്റെ ഉള്ളിൽ തിരതല്ലിയിട്ടുണ്ടാവും. കാരണം ഉത്ഥാനത്തിന്റെ സന്തോഷത്തില് മാതാവ് പങ്കുചേരുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. കാരണം എന്തായിരിക്കും? മാതാവിന് അറിയാമായിരുന്നു സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത്. മാതാവ് വചനത്തിൽ അത്രയധികം ആഴപ്പെട്ട ആളാണ്. അപ്പൊ ഈശോയുടെ കർത്തൃദാസനെ കുറിച്ചുള്ള ഏശയ്യായുടെ പ്രവചനങ്ങള് മാതാവിന് വ്യക്തമായിട്ട് അറിയാം എന്തൊക്കെ സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഒരു ബലിക്കുഞ്ഞാടായിട്ട് ഒരാളെ വളർത്തിക്കൊണ്ടുവരിക. അതുമൂലം മാതാവിന് അറിയാമായിരുന്നു എന്താ സംഭവിക്കാൻ പോകുന്നത്, ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് വചനത്തില് പഴയ നിയമത്തില് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോയെ എന്തിനു വേണ്ടിയാണ് വളർത്തിക്കൊണ്ടുവന്നത്? ഒരു ബലിക്കുഞ്ഞാടായിട്ട് മാതാവ് വളർത്തിക്കൊണ്ടുവന്നപ്പോഴത്തേനും മാതാവിന് അറിയാത്തതായിട്ട് ജീവിതത്തില് ഈശോയുടെ ജീവിതത്തിലൊന്നുമില്ല. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വചനത്തില് പറഞ്ഞിട്ടുണ്ട്. വചനത്തിൽ അത്രയധികം ആഴപ്പെട്ട മാതാവിന് കൃത്യമായിട്ടും ഈശോയെ കുറിച്ചുള്ള പ്രൊഫസീസ് എല്ലാം അറിയാം. അപ്പം ഈശോ മരിക്കാൻ പോകുന്നതാണെന്നും ഈശോ മരിച്ചാല് ഉദ്ധാനം ചെയ്യുമെന്നും മാതാവിന് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം ഒരുപക്ഷെ തീർച്ചയായിട്ടും മാതാവിന്റെ ഹൃദയത്തില് ആ ദുഃഖത്തിന്റെ ഇടയിലും തിരതല്ലിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കല്ലറ പിളർന്ന് ഈശോ പുറത്തു വരുന്ന ആ സന്തോഷത്തില് പങ്കുചേരുന്നതായിട്ട് മാതാവിനെ കുറിച്ച് ഒരുപക്ഷെ പറയാത്ത. മാതാവ് അതിനു മുമ്പേ തന്നെ തീർച്ചയായിട്ടും ആ സന്തോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവണം. അപ്പോ ഈ കുരിശില് നമുക്കറിയാം, കുരിശിലാണ് സഭ ജനിക്കുന്നത്. സഭ അല്ലെ, ഈശോ നിശ്വസിക്കുന്ന സമയത്ത് കുരിശില് സഭ ജനിച്ചു എന്നാണ് സഭാപിതാക്കന്മാര് പറയുന്നത്. ഈശോ അവസാന ശ്വാസം വലിക്കുന്ന ആ സമയത്ത് അല്ലെ, യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം ആത്മാവിനെ കൈമാറി എന്നാണല്ലോ ആ ഭാഗത്ത് പറയുന്നത്. ആത്മാവിനെ ഈശോ കൈമാറി. അവിടെയാണ് സഭയുടെ ജനനം അടയാളപ്പെടുത്തുന്ന ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ജോഷുവ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോഴത്തേനും ജെറിക്കോ കോട്ട തകർന്നതുപോലെ പുതിയ നിയമത്തിലെ യേശുവായിട്ടുള്ള ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് തന്റെ ജീവൻ കൈമാറിയ ആ സമയം സഭ ജനിച്ചു. അപ്പോൾ സഭ ജനിച്ചു വീണത് മാതാവിന്റെ മടിത്തട്ടിലേക്കാണ്. അത് നമുക്കറിയാം. അപ്പം കുഞ്ഞ് ഈശോയെ സ്വീകരിച്ച മാതാവിന്റെ മടിത്തട്ടാണത്. ആ മടിത്തട്ടിലേക്കാണ് സഭ എന്ന കുഞ്ഞ് ശൈശവാവസ്ഥയിൽ ജനിച്ചു വീഴുന്നത്. അതിന്റെ തന്നെ ഒരു പ്രതീകവൽക്കരണം കൂടിയാണ് ഈശോ യോഹന്നാന് മാതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം അത് ഒട്ടും എളുപ്പമുള്ളൊരു സമയമായിരുന്നില്ല മാതാവ് ഈശോയെ വളർത്തിയത്. ഈശോയെ കൊണ്ടു നടത്തുന്നത്, ശൈശവാവസ്ഥയിൽ ഈശോയെ പിന്തുടർന്നത് ഒട്ടും എളുപ്പമുള്ളൊരു അവസ്ഥയിലൂടെ അല്ലായിരുന്നു നമുക്കറിയാം. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും നിനക്കൊരു യാതൊരു അനർത്ഥവും സംഭവിക്കില്ല എന്ന് വചനം പറയുന്ന പോലെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയായിരുന്നു. നമുക്കെപ്പോഴും പഴയ നിയമം നോക്കുമ്പോഴത്തേനും മരണത്തിന്റെ ഒരു നിഴലിലാണ് എപ്പോഴും നമ്മള്
മഹത്വത്തിന്റെ സാന്നിധ്യം കാണുന്നത്. അപ്പൊ മരണത്തിന്റെ നിഴലില് നമ്മൾ ഇസ്രായേൽ ജനത നോക്കിയാൽ തന്നെ അവരുടെ ഇടയിലുള്ള മഹത്വത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം എപ്പോഴും മരണത്തിന്റെ താഴ്വരയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവര് ഒരു വശത്ത് ഫറവോയുടെ സൈന്യം, മറുവശത്ത് ഇത് ചെങ്കടല്, അങ്ങനെ അതിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ ഈശോയുടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ മഹത്വത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന എപ്പോഴും മരണത്തിന്റെ നിഴലാണ്. വിശപ്പ്, കഴിക്കാനൊന്നുമില്ലാത്ത അവസ്ഥ, ദാഹം, വെള്ളമില്ലാത്ത അവസ്ഥ, അതിന്റെ പാമ്പുകൾ, അതിന്റെയൊക്കെ ഇടയ്ക്ക് ഇവരുടെ ഇടയില് മഹത്വത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ മരണത്തിന്റെ നിഴലില് എപ്പോഴും മഹത്വം വെളിപ്പെടുന്നത് നമ്മൾ കാണാം. ദാവീദിനെ പോലും എപ്പോഴും അനുധാവനം ചെയ്ത ഒരു മരണത്തിന്റെ നിഴലുണ്ട് എപ്പോഴും. ആ മരണത്തിന്റെ നിഴലിന് പാരലായിട്ട് വലിയൊരു മഹത്വവും അനുധാവനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പഴയ നിയമത്തിലുടനീളം ഈ ഒരു രണ്ടും തമ്മിലുള്ള, മരണവും മഹത്വവും തമ്മിലുള്ള ഒരു ബന്ധം കടന്നു പോകുന്ന നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. മരണത്തിന്റെ നിഴലിൽ വീണ താഴ്വരയിൽ ഈശോയും കൂടെ നടന്നു മാതാവ്. ഒട്ടും എളുപ്പമായിരുന്ന ഒരു സമയമായിരുന്നില്ല ഈശോയുടെ ശൈശവാവസ്ഥ. അവിടെ എപ്പോഴും മരണത്തിന് നിഴലുണ്ടായിരുന്നു. ഹെറോദേസിന്റെ ആ ഒരു അസൂയ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിലേക്കുള്ള പാലായനം, തുടർന്ന് ഓരോ ഘട്ടങ്ങളിലും മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ മാതാവ് ഈശോയും കൂടെ നടന്നു. അപ്പോ ഈശോയെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൊണ്ടു നടന്ന മാതാവിന് പുതുതായിട്ട് ജനിച്ചു വീണ ഈശോ ശിരസായ സഭ, നമ്മൾ ഓരോരുത്തരും ആ കുരിശിൽ തന്നെ സഭ ഒരു ശിശുവായിട്ട് ജനിച്ചു വീഴുമ്പോഴത്തേനും ആ പുതുതായിട്ട് ജനിച്ചു വീണ സഭയെ ഈശോയെ കൊണ്ടു നടന്ന പോലെ തന്നെ സഭയെ മാതാവിനെ കൊണ്ടു നടക്കാൻ അറിയാമെന്ന് ഈശോയ്ക്ക് അറിയാം. നമുക്കറിയാം പിന്നീടുള്ള സമയം വളരെ എളുപ്പമുള്ള സമയമൊന്നുമല്ല. പിന്നീട് സാമ്രാജ്യങ്ങൾക്കെതിരായിട്ടാണ്, അല്ലെങ്കിൽ ശക്തികൾക്കെതിരായിട്ടാണ് പടപൊരുന്നുണ്ട് ഈ സഭ. വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ സഞ്ചരിക്കാൻ പോകുന്ന അപ്പോസ്തലന്മാർക്ക് മാതാവിന്റെ സാന്നിധ്യം, ഈശോയെ എപ്രകാരം ഈശോയെ എപ്രകാരം അമ്മ പ്രൊട്ടക്ട് ചെയ്തോ അതുപോലെ തന്നെ സഭയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ അവിടെ വളരെ ധൈര്യപൂർവ്വം അമ്മയെ ഏൽപ്പിച്ചതിനോട് ഈശോ, കാരണം തന്നെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ വളർത്തിക്കൊണ്ട് വന്ന അമ്മയ്ക്ക് ഈ അനുശോചനത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ സഭയെ നയിക്കാൻ പറ്റുമെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈശോയുടെ സ്നേഹം നമുക്ക് തരുന്നത് ഈശോയുടെ സാന്നിധ്യമായിട്ട്, ഈ മാതാവിന്റെ സാന്നിധ്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോഴത്തേനും ഈ ഒരു കാലഘട്ടവും വളരെ വ്യത്യസ്തമല്ല. പണ്ടത്തെ പോലെ തന്നെ വളരെയധികം നമ്മൾ ഓരോരുത്തരും ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സഭ ആസച്ച്. ഭാരത സഭയായിക്കോട്ടെ, കേരള സഭയായിക്കോട്ടെ, ആഗോള സഭയായിക്കോട്ടെ, മരണത്തിന്റെ നിഴലിൽ വീണ് താഴ്വരയിലൂടെ നടക്കുന്ന ഒരു സമയമാണ്. അത് കൂടുതൽ സീരിയസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ. ഈ മരണത്തിന് നിഴൽ വീഴുന്ന താഴ്വരയിലൂടെ നടക്കുമ്പോഴും മാതാവിന്റെ സാന്നിധ്യം നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ളത് നമ്മളെ ഒരു ബലിയാക്കി നമ്മളതിനെ സമർപ്പിക്കാൻ മാതാവ് ഒരുക്കുകയും, അത് തീർച്ചയായിട്ടും മരണത്തിന്റെയും മഹത്വത്തിന്റെയും നടുവിലൂടെയുള്ള ആ ഒരു പ്രയാണത്തില് ഈശോയെ പോലെ നമ്മളെ ഒരുക്കി, ഈശോയെ പോലെ ഒരു കാൽവരി ബലിക്കായിട്ട് നമ്മളെ ഒരുക്കി, നമ്മളെ ഒരു പക്ഷേ മരണത്തിന് വിട്ടുകൊടുത്താൽ പോലും ഒരു പണയ വസ്തുവായിട്ട് തിരിച്ചെടുക്കാവുന്ന ഉറപ്പോടെ നമ്മുടെ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ട് ബലിയായിട്ട് സമർപ്പിക്കാൻ മാതാവ് നമ്മളെ ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ചിന്തകളോടെ ഇന്നത്തെ ഈ ഒരു ഷെയറിങ് അവസാനിപ്പിക്കുകയാണ്. സ്വീകരിക്കട്ടെ. താങ്ക് യു പ്രിൻസിനെയും സാധന കമ്മ്യൂണിറ്റിയെയും അവരുടെ ജീവിതങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാം നമുക്ക് കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലും നമുക്ക് നൽകുന്ന പ്രിയപുത്രന്റെ സ്നേഹത്തെയാണ്, ദൈവത്തിന്റെ സ്നേഹത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമുക്കൊരു നിമിഷം അവരുടെ ജീവിതത്തെയും കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയെയും മിഷൻ പ്രവർത്തനങ്ങളെയും ആയിരിക്കുന്ന ഇടങ്ങളെയും എല്ലാം അവിടുത്തെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, കർത്താവേ പറയുന്നു, ദൈവമേ പ്രിൻസിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, താങ്ക് യു പ്രിൻസ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് വിശുദ്ധ കുരിശിന്റെ ചുവട്ടില് ഈശോ പരിശുദ്ധ അമ്മയെ യോഹന്നാന് നൽകുന്നതും യോഹന്നാന് അമ്മയെ നൽകുന്നതുമായ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മോട് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം അമ്മയെപ്പോലും നൽകുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തെയാണ് അവിടെ നമ്മെ സൂചിപ്പിക്കുന്നത്.
സ്വന്തം അമ്മയെ പോലും തനിക്ക് അവസാനം വരെ സ്വന്തമായിട്ടുണ്ടായിരുന്ന തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായ അമ്മയെ പോലും എല്ലാവർക്കുമായി നൽകുന്ന, സഭയ്ക്കായി നൽകുന്ന, എല്ലാ മനുഷ്യകുലത്തിനുമായി നൽകുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജന്മം നൽകി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ നമുക്ക് കൊടുക്കാനായിട്ടാവില്ല. പക്ഷേ ഈശോ തനിക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ ആ അമ്മയെ പോലും നൽകുമ്പോൾ ദൈവത്തിൻ്റെ എത്രയോ കരുതലുള്ള സ്നേഹമാണ് നമ്മോട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഈ അമ്മ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തൻ്റെ ജീവിതത്തെ വളർത്തി വലുതാക്കിയ, പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളർത്തിയ ആ അമ്മ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ള അറിവോടെ ആ അമ്മയെ നമുക്ക് എല്ലാവർക്കുമായി നൽകിയ ദൈവത്തിൻ്റെ വലിയ കരുതലിനെ, സ്നേഹത്തെ നമുക്ക് ഓർക്കാം. യോഹന്നാന് തൻ്റെ അമ്മയെ നൽകുന്നത് വളരെ വ്യക്തിപരമായിട്ടാണ്. ആ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നൽകിക്കൊണ്ട് മാമോദിസ എന്ന കുദാശയിലൂടെ അമ്മ നമ്മുടെ എല്ലാം അമ്മയായി മാറ്റപ്പെട്ടുകൊണ്ട് ആ പരിശുദ്ധ അമ്മയെ പോലും നൽകിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ നൽകും? ഒരുപക്ഷെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ ചിലതെല്ലാം നൽകാം. പക്ഷെ നമ്മുടെ ജീവൻ പോലും നൽകിക്കൊണ്ട്, തനിക്കുള്ളതെല്ലാം നൽകിക്കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ക്രിസ്തു, ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തം പുത്രനെ പോലും നൽകാൻ തക്കവിധം ദൈവം സ്നേഹിച്ചു എന്ന് വിശുദ്ധ എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മെ കാണിക്കുകയാണ്. തനിക്ക് ജന്മം നൽകിയ സ്വന്തം അമ്മയെ പോലും നൽകാൻ തക്കവിധം ദൈവം, ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അത്ര അധികമായി സ്നേഹിച്ചു. പിതാവായ ദൈവം സ്വന്തം പുത്രനെ നൽകാൻ തക്കവിധം നമ്മെ സ്നേഹിച്ചപ്പോൾ ക്രിസ്തു, ദൈവത്തിന്റെ പുത്രൻ, സ്വന്തം അമ്മയെ, തനിക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ സ്വന്തം അമ്മയെ നമുക്കായി നൽകിക്കൊണ്ട് ദൈവത്തിന്റെ വലിയ സ്നേഹം നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ആ ദൈവത്തിന്റെ വലിയ സ്നേഹം അനുഭവിക്കാൻ അമ്മയോട് നമുക്ക് പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കാം. ഈ കുരിശിന്റെ വഴിയിലെ യാത്രയിലൂടെ, ഈ നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ, ഈ 40 ദിനം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം തന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാം, നമ്മുടെ ആരോഗ്യവും കഴിവുകളും സൗന്ദര്യവും സമ്പത്തും നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായി ഔദാര്യത്തോടെ നൽകാൻ ദൈവം നമുക്ക് നൽകിയതാണെന്നുള്ള വലിയ തിരിച്ചറിവോടെ അവർക്ക് വേണ്ടി തിരികെ നൽകാനായിട്ടുള്ള വലിയ സ്നേഹത്തിന്റെ പങ്കുവെക്കല് നമ്മൾ ഉണ്ടാവാൻ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈ സമയം, ഈ ധ്യാന സമയങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ, ദൈവമേ, അങ്ങ് എനിക്ക് തന്നതെല്ലാം എല്ലാവർക്കുമായി കൊടുക്കാൻ തക്ക വിധത്തിൽ, പങ്കുവെക്കാൻ തക്ക വിധത്തിൽ, ദൈവമേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ സ്നേഹത്താൽ എന്നെ ആലിംഗനം ചെയ്യണമേ. ഒന്നും പിടിച്ചു വെക്കാതെ എല്ലാം നൽകാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള സ്നേഹത്തിന്റെ ഹൃദയം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ, വിശാലമാക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, യേശുവേ കർത്താവേ, നന്ദി ആരാധന, പറയുന്നു. സ്തുതി. ദൈവമേ, ഞങ്ങളുടെ കർത്താവേ ഹൃദയങ്ങളെ അങ്ങ് മഹത്വം. ഹല്ലേലൂയ. വിശാലമാക്കണമേ. യേശുവേ ഈശോയെ സ്വന്തം ആരാധന, അമ്മയെ ആരാധന, പോലും ആരാധന. അങ്ങ് നൽകിയ ആ വലിയ കർത്താവെ, ഞങ്ങൾ സ്നേഹത്തെ അങ്ങേ ഞങ്ങൾ ഓർക്കുമ്പോൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾക്കുള്ള നന്ദി ഞങ്ങളുടെ പറയുന്നു. മാതാപിതാക്കളെയും ഹല്ലേലൂയ. ജീവിത പങ്കാളിയെയും മക്കളെയും യേശുവേ, യേശുവേ, ഞങ്ങൾക്കുള്ള യേശുവേ, സമ്പത്തും യേശുവേ, ആരോഗ്യവും യേശുവേ. ആരാധന, സൗഭാഗ്യവും ആരാധന, ആരാധന. എല്ലാം ദൈവമേ നൽകാൻ കർത്താവെ, തക്ക നന്ദി. വിധത്തിൽ ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ അതെല്ലാം ആരാധന, അങ്ങ് ഞങ്ങളെ ആരാധന, ആരാധന. ഏൽപ്പിച്ചതാണെന്നുള്ള വലിയ കർത്താവെ, തിരിച്ചറിവോടെ നന്ദി ഞങ്ങളെ പറയുന്നു, വളരെ സ്തുതിക്കുന്നു, വ്യക്തിപരമായി സ്തുതിക്കുന്നു, സ്നേഹിക്കുന്ന സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈശോയെ ബലഹീനതകളും ആരാധന, വീഴ്ചകളും ആരാധന, ഒന്നും ആരാധന, ആരാധന. കണക്കിലെടുക്കാൻ ഞങ്ങൾക്കെല്ലാം കർത്താവെ, നൽകി നന്ദി. അമ്മയെ പോലും ഹല്ലേലൂയ, നൽകിയ ദൈവമേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തെ ഈശോയെ അവിടുത്തെ കരങ്ങളിൽ ആരാധന, ഏൽപ്പിക്കുന്നു. പിതാവായ ദൈവമേ, ദൈവത്തിന്റെ പുത്രനായ വലിയ ദൈവമേ, സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് ദൈവമേ, ആരാധന, ഹല്ലേലൂയ, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം ഏറ്റവും നിശബ്ദതയില് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ വിശുദ്ധ കുരിശിന്റെ ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മൾ ഇന്ന് കേട്ട വചന വിചിന്തനത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടവരെയും നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും നമ്മൾക്ക് പ്രത്യേകമായ വിധം പ്രാർത്ഥിക്കേണ്ടവരെയും എല്ലാം നമുക്ക് ഓർമ്മിക്കാം. അവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മളെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും പ്രയാസങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെയും, നമ്മുടെ രാജ്യത്തെയും നമ്മളായിരിക്കുന്ന ഇടങ്ങളെയും ചുറ്റുപാടുകളെയും നമ്മുടെ സഭയെയെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ക്രിസ്തുവിനെ ബലമേൽപ്പിച്ചുകൊണ്ട് അവിടെയൊക്കെ
അമ്മയെ നൽകിയ പോലെ വലിയ സ്നേഹം, ദൈവത്തിന്റെ വലിയ അഗാധമായ സ്നേഹം ഈ രാത്രിയിൽ എല്ലാവരും അനുഭവിക്കുന്നതിനായിട്ട്, എല്ലാവരുടെയും ഹൃദയത്തിൽ ആഴപ്പെടുന്നതിനായിട്ട്, എല്ലാവരും വ്യക്തിപരമായ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വലിയ സ്നേഹം തന്റെ പുത്രനെ പോലും നൽകുവാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ സ്നേഹം, തന്റെ അമ്മയെപ്പോലും നൽകാൻ തക്കവിധം നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിന്റെ വലിയ സ്നേഹം നമ്മൾ ഓരോരുത്തരിലും നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഓരോരുത്തരെയും മുഖങ്ങൾ ഓർത്തുകൊണ്ട്, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെയും പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടവരെയും എല്ലാം ദൈവസന്നിധിയിൽ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മിനിസ്ട്രി, ഹോളികോം മിനിസ്ട്രിയെയും ഇതിന്റെ പ്രവർത്തനങ്ങളെയും നാളത്തെ ദിവസവും നാളെ ദൈവവചനം നമ്മോട് പങ്കുവെക്കുന്നവരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കർത്താവേ നന്ദി. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ കൊച്ചു പ്രാർത്ഥന ചൊല്ലിയിട്ട് മാതാവിന്റെ പാട്ടുപാടി നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലിങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോടെല്ലാം പറയുക, എല്ലാവരും എല്ലാ ദിവസവും കയറി ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദൈവവചനം ഈ ധ്യാനത്തിലൂടെ 40 ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ആ 40 ദിനങ്ങൾ ക്രിസ്തുവിന്റെ വലിയ അനുഗ്രഹവും അനുഭവവും ദൈവത്തിന്റെ വലിയ ഇടപെടലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ സജീവമാകുന്ന സമയമാണ്. നമുക്ക് ഓർക്കാം. നമ്മുടെ കൊച്ചു പ്രാർത്ഥന നമുക്ക് ചെല്ലാം. മാണിച്ചേട്ടാ. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽമാലാകയെ ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നടന്ന് ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപ ചെയ്യണമേ. ആമേൻ. മിനി ചേച്ചി. മിനി ചേച്ചി. ഹോസ്റ്റല്ലേ ഇപ്പം കോഹോസ്റ്റ് ആക്കണേ. ഓക്കെ മിനി ചേച്ചി, കോസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമായി കൺകളിലായി, പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിന്റെ പിഴയവൾ തീർത്തിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിന്റെ പിഴയവൾ തീർത്തിരുന്നു. മാതാവിൻ മടിയിലൂടീശോയിലേക്കുള്ള കുറുക്കു വഴി അവൾ അറിഞ്ഞിരുന്നു. എന്റെ യാത്രതൻ താളമതായിരുന്നു. എന്റെ യാത്രതൻ താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ.